ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് April 2 എനർജിയാണ് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ വെനസ്ഡേ ഗൈഡൻസ് എന്താണെന്ന്. നിങ്ങൾക്കുള്ള കാർഡ്സുകളെല്ലാം ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് വന്നിട്ട് നൈറ്റ് ഓഫ് വോൺസിൻ്റെ എനർജിയാണ്. ഒത്തിരി കറേജ്, ഒത്തിരി അഡ്വഞ്ചറിൻ്റെ സാഹസികമായിട്ടുള്ള ഒരു എനർജിയാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പാഷൻസ് ഫോളോ ചെയ്യാനായിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം. നിങ്ങളുടെ ടാലൻസ് ഷോക്കേസ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങളായിരിക്കാം. കുറച്ച് പേർക്ക് ഇതൊരു കെയർ ഫ്രീ ആറ്റിറ്റ്യൂഡാണ്. ലൈഫിൽ എന്തും സംഭവിക്കട്ടെ, എത്രയൊക്കെ ചാലഞ്ചസ് വന്നാലും അതിനെയെല്ലാം ഫേസ് ചെയ്തിട്ട് ഞാൻ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നതാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഇമ്പൾസീവായിട്ടുള്ള എനർജിയാണ്. അതായത് പെട്ടെന്നൊരു ആവേശം വരുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട്, ഡിസിഷൻസ് എടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ അവിടെ കുറച്ചൊരു ബാലൻസ്, കുറച്ചും കൂടെ മൈൻഡ്ഫുള്ളായിട്ട് ഇരിക്കേണ്ട ഒരു എനർജി ആവശ്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സൺ വന്നിട്ടും ഇവിടെ പറയുന്നത് നിങ്ങളുടെ എനർജി വന്നിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഹാപ്പിനെസ്, നിങ്ങളുടെ സന്തോഷം, അതിന് മുൻഗണന കൊടുക്കുക. കുറച്ച് പേർക്ക് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ ഒത്തിരി ഇമോഷണൽ ഹീലിംഗ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഹാർട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം. അവിടെ ഒരു ശാന്തത, ഒരു സമാധാനം കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് ഹീലിംഗ് എനർജി, ബ്ലെസ്സിങ്സ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മൂണിൽ വന്നിട്ട് ഒത്തിരി ഇമാജിനേഷൻ പവറാണ്, ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ സങ്കല്പ ശക്തി വളരെ പവർഫുള്ളായിട്ടിരിക്കുന്ന സമയമാണ്. കുറച്ച് പേർക്ക് മാനിഫെസ്റ്റേഷൻസ് ആയിരിക്കാം. നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് മറഞ്ഞിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇല്യൂഷൻ ആയിരിക്കാം. അങ്ങനത്തെ എന്തെങ്കിലും മായയിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട്, സത്യം, ട്രൂത്ത് എന്താണോ അത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഒത്തിരി ബ്ലെസ്സിങ്സ്, ഒത്തിരി അബണ്ടൻസിൻ്റെ എനർജി കാണുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വന്നിട്ട് കുറച്ചൊന്ന് കെയർഫുള്ളായിട്ടിരിക്കേണ്ട കാര്യം വന്നിട്ട്, ഒത്തിരി ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ഇമാജിനേഷൻ പവർ ഉണ്ട്. പക്ഷേ അത് നിങ്ങൾ കറക്റ്റായിട്ട് ചാനൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആലോചിച്ച് വിഷമിക്കുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളെ ഡൗട്ട് ചെയ്യുന്ന എനർജിയാണ്, സെൽഫ് ഡൗട്ടിൻ്റെ എനർജിയാണ്. ചില സിറ്റുവേഷൻസ്, ചാലഞ്ചസ് വരുമ്പോൾ നിങ്ങളുടെ ടാലൻസ് അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഡൗട്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് വരുന്നുണ്ടാകാം. അപ്പോൾ അവിടെ കുറച്ചൊരു ശ്രദ്ധ ആവശ്യമായിട്ട് വരുന്നുണ്ട്. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പാണ്, വ്യക്തിബന്ധങ്ങളാണ്. നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് നൽകുന്ന, മുന്നോട്ട് പോസിറ്റിവിറ്റി നൽകുന്ന റിലേഷൻഷിപ്സ്, എനർജീസ് ചൂസ് ചെയ്യുക. കുറച്ച് പേർക്ക് ഇത് നിങ്ങൾ ഹീലിംഗ് ജേർണി കൂടെ പോകുന്നുണ്ടെങ്കിൽ പാസ്റ്റിൽ എന്തെങ്കിലും എനർജീസ് അലട്ടുന്നതുമാകാം. ഓക്കെ, ലഭിക്കാതെ പോയ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ഒരു എനർജി ആയിരിക്കാം. കുറച്ച് പേർക്ക് ഒറ്റപ്പെടലിൻ്റെ എനർജി ആയിരിക്കാം. അപ്പോൾ ആ ഒരു ആങ്സൈറ്റി, ആ ഒരു ലോ എനർജി നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു ശ്രദ്ധ കൊടുക്കുക. നിങ്ങളെ കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഹാപ്പിനെസ്, നിങ്ങളുടെ സന്തോഷം, അതിന് കൂടുതൽ മുൻഗണന കൊടുക്കുക. അപ്പോൾ ഓവറോൾ നിങ്ങളുടെ ഇമാജിനേഷൻ പവർ, സങ്കല്പശക്തി നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അത് ഒത്തിരി ഹീലിംഗ് എനർജി ആയിട്ട്, ഒത്തിരി പോസിറ്റീവ് എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ വെനസ്ഡേ ഗൈഡൻസ് എന്താണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാർഡ്സുകളെല്ലാം ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് തന്നെ ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം കമ്മ്യൂണിക്കേഷൻ ഒത്തിരി ഫോക്കസിൽ വരുന്നുണ്ട്. ചിലപ്പോൾ ഇത് നിങ്ങൾ തന്നെ ഇൻറ്റേർണൽ കോൺവെർസേഷൻസ് നടത്തുന്നതായിരിക്കാം. അതായത് നിങ്ങൾ തന്നെ പല കാര്യങ്ങളും ചിന്തിക്കുക, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് എടുക്കേണ്ടത്, ഒത്തിരി പ്ലാനിങ് നടത്തുന്ന എനർജി ആയിരിക്കാം. അല്ലെങ്കിൽ കുറച്ച് പേര് തൻ്റെ ഒപ്പീനിയൻ, തൻ്റെ കാര്യങ്ങൾ ഡയറക്റ്റായിട്ട്, ഹോണസ്റ്റായിട്ട് തുറന്നു പറയാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയാണ്. സത്യമായിട്ട് കണക്ട് ചെയ്യാനായിട്ട്, സത്യം ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ
നമ്മൾ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന സമയത്ത് കുറച്ചൊരു ബാലൻസ്, കുറച്ചും കൂടെ മൈൻഡ്ഫുള്ളായിട്ട് ഇരിക്കേണ്ട ഒരു എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. അത് ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ വിസ്ഡം, അറിവ് അത് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട്, അത് ഉപയോഗിച്ചിട്ട് ലൈഫിൽ ഒത്തിരി ബ്ലെസ്സിങ്സ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ ഏസ് ഓഫ് വോൺസിൽ പറയുന്നത് നിങ്ങളുടെ ഫോക്കസ്, നിങ്ങളുടെ അറ്റൻഷൻ വന്നിട്ട് ലൈഫിൽ എവിടെയാണ് ന്യൂ ബിഗിനിങ് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ന്യൂ ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലോട്ട് തെളിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഗോൾസ് ആയിട്ട്, നിങ്ങൾക്ക് ലൈഫിൽ എന്താണോ വേണ്ടത് ആ ഒരു എനർജി ആയിട്ട് അലൈൻ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ ആ ഒരു അവസരം നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട്, അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, പുതിയതായിട്ട് ചിന്തിക്കാനായിട്ടുള്ള ആ ഒരു എനർജി, അതിലോട്ടും നിങ്ങളുടെ അറ്റൻഷൻ, ഫോക്കസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേര് ന്യൂ പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യുന്നുണ്ടാകാം, ന്യൂ ഐഡിയയിൽ വർക്ക് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അവിടെ കുറച്ചൊരു കോൺസെൻട്രേഷൻ, കുറച്ചൊരു ശ്രദ്ധ ഇന്നത്തെ ദിവസം ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ മെയിനായിട്ട് നിങ്ങളുടെ ഗ്രോത്തിൽ, നിങ്ങളുടെ വളർച്ചയിൽ നിങ്ങളുടെ അറ്റൻഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. അതുപോലെ തന്നെ 6 ഓഫ് വോൺസിൽ ഒത്തിരി അംഗീകാരത്തിൻ്റെ എനർജി, റെക്കഗ്നിഷൻ്റെ എനർജി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് അച്ചീവ്മെൻ്റ് ആണ്, എന്തെങ്കിലുമൊക്കെ നേടാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂടെയുള്ളവർ, ഫാമിലി, ഫ്രണ്ട്സ് ആയിരിക്കാം, കൊളീഗ്സ് ആയിരിക്കാം, അവർ നിങ്ങളെ അംഗീകരിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അവരുമായിട്ട് ചേർന്ന് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് എനർജി ഷെയർ ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. 2 ഓഫ് പെൻറ്റക്കിൾസിൽ ഒത്തിരി ഫിനാൻഷ്യൽ ബാലൻസ് ആണ് കാണുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹാർഡ് വർക്കിന് റിട്ടേൺ ലഭിക്കുന്ന സമയമായിരിക്കാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള സ്ട്രഗിളിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സംഘർഷം, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റിയില്ല, വ്യക്തതയില്ല, നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്, അങ്ങനത്തെ ഒരു എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ്, ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിട്ട്, ആൻസർ ലഭിക്കുന്നതായിട്ടും ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ടായിരിക്കാം, അത് നിങ്ങളെ ഒത്തിരി ബാലൻസ്ഡ് ആയിട്ട് നിർത്താനായിട്ട് സഹായിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് വർക്ക്, ഒത്തിരി പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള അവസരങ്ങളായിരിക്കാം, അതെല്ലാം ഒത്തിരി ബ്ലെസ്സിങ്സ് കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കെയർഫുൾ ആകേണ്ട എനർജി വന്നിട്ട് ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ കോൺസെൻട്രേഷനാണ്. ചിലപ്പോൾ ഒത്തിരി കാര്യങ്ങളിൽ നിങ്ങളുടെ എനർജി നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മിസ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് ഡിലേ ആയിരിക്കാം, കുറച്ചൊരു കാലതാമസം വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ട്രാവൽ പ്ലാൻസിലായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ക്യാൻസലേഷൻസ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് മിസ്സാകുക, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എനർജീസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു അറ്റൻഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് കമ്മ്യൂണിക്കേഷനാണ്, അത് ക്ലിയർ ആക്കി നിർത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓവറോൾ ഇന്നത്തെ ദിവസം പറയുന്നത് ദീർഘവീക്ഷണത്തോടു കൂടി മുന്നോട്ട് പോകുക. നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ പാഷൻ, അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെല്ലാം കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അതിൽ നിങ്ങൾ അറ്റൻഷൻ കൊടുക്കുക. അത് നിങ്ങളെ ഇന്നത്തെ ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ വെനസ്ഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.